സഹോദരങ്ങളെ, നാനാഭാഗത്തടക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ നടുവിലാണ് ഇസ്ലാം എന്നും വളർന്നത്. അതുകൊണ്ട് ആ പ്രതിസന്ധിയുടെ നടുവിൽ നമ്മൾ ഏറ്റവും നല്ലവരായി മാറുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പ്രതിസന്ധികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ആരാണ്? പേർഷ്യയും കിസ്റയും റോമയും മക്കയും ഒക്കെ ഒന്നിച്ചാക്രമിക്കുമ്പോഴും അവരെ പ്രതിരോധിക്കാൻ ഒരു ഉമർ ഉണ്ടായിരുന്നു, അലി ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു. നമുക്കാരാ ഉള്ളത്? മഹാനായ CH ഒരു കാലത്ത് ചന്ദ്രികയിൽ ഒരു ലേഖനം എഴുതി. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ CH മുഹമ്മദ് കോയ സാഹിബ് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ്: സമുദായത്തിന്റെ തലപ്പത്തിരിക്കാൻ ആളില്ല. എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ്, നമ്മുടെ സമൂഹത്തിൽ അബൂബക്കർ ഉണ്ട്, പക്ഷെ അബൂബക്കർ സിദ്ദീഖില്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉമറുണ്ട്, പക്ഷെ ഉമറുൽ ഫാറൂഖ് ഇല്ല. മുസ്ലിം സമുദായത്തിൽ ധാരാളം ഉസ്മാനുണ്ട്, പക്ഷെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ ഇല്ല. നമുക്ക് ധാരാളം അലിയുണ്ട്, പക്ഷെ അലി ബിൻ അബി താലിബ് ഇല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. ഒരു രാഷ്ട്രീയ പാർശ്വവൽക്കരണത്തിന്റെ പേരിലൊന്നുമല്ല ഞാൻ പറയാം. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിശാലമായ കാഴ്ചപ്പാടുള്ള ആളാണ്. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പല രീതികളായി ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇസ്ലാമിക സമൂഹത്തെ വേട്ടയാടപ്പെടുമ്പോ ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ വേട്ടയാടുന്നു, ബുദ്ധിസ്റ്റുകൾ മ്യാൻമറിൽ വേട്ടയാടുന്നു, ഇറാഖിൽ വേട്ടയാടപ്പെടുന്നു, ഫലസ്തീനിലെ സയനിസ്റ്റുകൾ വേട്ടയാടുന്നു. ഇങ്ങനെ ആഗോള വ്യാപകമായി നാം നമ്മുടെ ചിത്രങ്ങളിലോട്ട് പോയാൽ നാനാഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുന്ന ഒരു സമൂഹത്തിന്റെ മേൽവിലാസങ്ങളിൽ നാല് ഭാഗത്തും ഈ സമകാലീന സാഹചര്യത്തിൽ മ്യാൻമറിന്റെ തെരുവോരങ്ങളിൽ നിന്ന് ഉയരുന്ന ഭീകരമായ ബുദ്ധ താണ്ഡവത്തിന്റെ നടുവിൽ ആയിരക്കണക്കിന് നിരപരാധികളുടെ പച്ചമാസം കത്തിയിരിക്കുന്ന രൂക്ഷഗന്ധം അന്തരീക്ഷത്തെ മുഴുവനും വിഹ്വലമാക്കിക്കൊണ്ടിരിക്കുമ്പോ നാടിന്റെ നാനാഭാഗങ്ങളും പടർന്നു പടക്കുന്ന ഇന്ന് ഇസ്ലാമിക സമൂഹത്തെ ആവരണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് നമ്മളെല്ലായിടത്തും നാനാഭാഗത്തും വേട്ടയാടപ്പെടുന്നു, പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഇസ്ലാമിക സമൂഹത്തിന് ഈ ഭൂലോകത്ത് നിലനിൽപ്പുണ്ടാവുകയില്ല എന്ന ഒരു അബദ്ധധാരണ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചോളം അവരുടെ മനസ്സിലേക്ക് പോലും കടന്നുപോയിട്ടുണ്ടോ എന്ന് ന്യായമായി നാം സംശയിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വിശ്വസിച്ച നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഇനി മുസ്ലിമായി ജീവിക്കാൻ കഴിയുകയില്ല, ഇസ്ലാമിനെ ലോകത്തിന് നിലനിൽപ്പുണ്ടാവുകയില്ല, നാല് ഭാഗത്തുനിന്നും അക്രമികൾ നമ്മെ വേട്ടയാടുന്നു എന്ന ഒരു ചിന്ത നമ്മുടെ ഇസ്ലാമിക യുവാക്കളുടെ ഇടയിലേക്ക്, യുവതികളുടെ ഇടയിലേക്ക് രൂഢമൂലമാവുകയും ഇനി നാം പലവിധ അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറായാൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിൽ നിലനിൽക്കുമ്പോ ഞാനിനി പറയാൻ പോകുന്ന ഈ വിഷയം ചിലപ്പോ നിങ്ങൾക്ക് ദഹിക്കുമോ എന്ന് എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഫറോവയുടെ കൊട്ടാരത്തിലാണ് ഇസ്ലാം വളർന്നിട്ടുള്ളത്. അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും ചാട്ടവാറുകളുടെ ശബ്ദം കേട്ടിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, വിശുദ്ധമായ ഇസ്ലാമിനെ നിങ്ങളുടെ മുമ്പിൽ സമ്പൂർണ്ണമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് 23 വർഷക്കാലത്തെ കർമ്മകാണ്ഡത്തിലൊടുവിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തോട് പ്രഖ്യാപിച്ചത് ബദറും ഉഹദും ഹുനൈനും ഖൈബറും ഖന്ദഖും ഒക്കെ രക്തപ്പുഴകൾ താണ്ടിക്കടന്ന് തന്റെ ജീവിതത്തിലേക്ക് വന്ന എതിർപ്പിന്റെ ശരങ്ങളെ സമചിത്തതയോടെ നേരിട്ടുകൊണ്ടാണ് പ്രവാചകൻ ഇസ്ലാമിനെ ലോകത്ത് വളർത്തിയിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട്, ഇസ്ലാമിക സമൂഹത്തോട് പറഞ്ഞു തന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമേറെന്നറിയുമോ? ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളുടെ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഫാസിസ്റ്റുകൾ ഇന്ത്യയിൽ, ബുദ്ധിസ്റ്റുകൾ റോഹിംഗ്യയിൽ, സയനിസ്റ്റുകൾ ഫലസ്തീനിൽ,
എന്ന് വേണ്ട നാനാവിധം ഈ 4 ഭാഗത്തുനിന്നും വേട്ടയാടപ്പെടുമ്പോ ആ വേട്ടയാടപ്പെടുന്ന അതേ സാഹചര്യത്തെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ലോകത്തോട് പറഞ്ഞു കൊടുത്ത ഒരു സാഹചര്യമുണ്ട്. ഏത് സാഹചര്യമാണ്? ആ സാഹചര്യം മറ്റൊന്നുമായിരുന്നില്ല. ഓ നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തുൽ അബ്സാർ വബലഗത്തുൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹി ളുനൂന ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. അല്ലാഹു ചോദിക്കുകയാണ്, നബിയേ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിക തത്വസംഹിതയെ ലോകത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയാൻ മക്കയിലെ മുശ്രിക്കുകളും പേർഷ്യയിലും ഇസ്രയേലുമുള്ള മജൂസികളും യഹൂദികളും അടക്കമുള്ള ഒരു സഖ്യസേന രൂപാന്തരപ്പെടുകയും ഖന്തക്കിന്റെ രണാങ്കണത്തിൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ തകർത്തെറിയാൻ, അബലരായ ഒരു സമൂഹത്തെ തകർത്തെറിയാൻ ശത്രുക്കൾ മുഴുവനും ഒരുമിച്ച് കൂടി സഖ്യകക്ഷികൾ രൂപീകരിക്കുകയും അതിനെയാണ് ഖുർആൻ സൂറത്തുൽ അഹ്സാബ് എന്ന് പിന്നീട് രേഖപ്പെടുത്തിയത്. അഹ്സാബ് എന്ന് പറഞ്ഞാൽ സഖ്യകക്ഷികൾ. പ്രവാചകനെതിരെ പാഞ്ഞെടുത്ത എതിരാളികളുടെ വലിയൊരു സഖ്യരൂപം അവസാനം നിലനിൽക്കാൻ കഴിയാതെ ഈ സഖ്യകക്ഷികൾ മുഴുവനും മലവെള്ളപ്പാച്ചിൽ പോലെ തങ്ങളുടെ നേരെ വന്നാൽ ന്യൂനപക്ഷമായ തങ്ങൾ ഈ ലോകത്തിൽ നിന്ന് നാമാവശേഷമാകുമെന്ന് ഉറപ്പായപ്പോ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ചുറ്റടക്കാൻ ഭക്ഷണമില്ലാതെ കൈകാര്യം ചെയ്യാൻ ആയുധങ്ങളില്ലാതെ പരിമിതികളുടെയും പരിദേവനങ്ങളുടെയും പരിതാപങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിന്റെ പ്രവാചകന് അനുയായികളെ പ്രതിരോധിക്കുവാൻ വേണ്ടി കയ്യിൽ കിടക്കുന്ന ഇരുമ്പായുധം കൊണ്ട് കിലോമീറ്ററുകളോളം നീണ്ടുകിടക്കുന്ന കിടങ്ങുകൾ കുടിക്കുകയും നേതാവും അനുയായികളും അടക്കം രാപ്പകലുകളില്ലാതെ കിടങ്ങുകൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോ മറുഭാഗത്ത് വിശന്ന് ദാഹിച്ചിരിക്കുന്ന ചെന്നായെ പോലെ എതിരാളികളെ കാത്തുനിന്നപ്പോഴാണ് അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു ചോദിച്ചത്, നബിയേ, എന്തിനാണ് ആ സാഹചര്യത്തെ അല്ലാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തിയത്? ഇങ്ങനെയാണ്, നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹി ളുനൂന. നബിയേ, ഇത് ജാഊകും മിൻ ഫൗഖികും, അങ്ങയുടെ തലയുടെ മുകളിലൂടെ ഇന്ന് നാം വ്യോമാക്കണമെന്ന് പറയുന്ന അതേ പദമെടുത്തിട്ട് അല്ലാഹു ചോദിക്കുകയാ, ഇത് ജാഊകും മിൻ ഫൗഖികും, അങ്ങയുടെയും അനുയായികളുടെയും ഇസ്ലാമിന്റെ തലയുടെ മുകളിലൂടെ വ്യോമാക്രമണവും വമിൻ അസ്ഫല മിൻകും, കരയിലൂടെ കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുമ്പോ, നബിയെ, വ്യോമാക്രമണവും കരയാക്രമണവും ഒരേപോലെ നടത്തപ്പെടുന്ന വമിൻ അസ്ഫല മിൻകും വഇദ സാഗത്തിൽ അബ്സാർ വബലഗത്തിൽ ഖുലൂബുൽ ഹനാജിറ വതളുന്നൂന ബില്ലാഹി ളുനൂന. ഓ നബി, അങ്ങയുടെ അനുയായികളുടെ കണ്ണും കൽബും ഒരേപോലെ പേടിച്ചിരണ്ട് തലയുടെ മുകളിലൂടെ പാഞ്ഞു പോകുന്ന ആയുധങ്ങളും കരയിലൂടെ പാഞ്ഞു വരുന്ന കുതിര ശബ്ദവും കേട്ട് അങ്ങയുടെ അനുയായികളുടെ ഹൃദയവും കണ്ണുകളും ഒരേപോലെ പരിഭ്രാന്തിയിൽ നിൽക്കുമ്പോ ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂന വസുൽസിലു സിൽസാലൻ ശദീദാ. ഓ നബിയേ, ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, അന്ന് സത്യവിശ്വാസികൾ തുല്യതയില്ലാതെ പരീക്ഷിക്കപ്പെട്ടപ്പോ ഞാൻ എന്റെ സഹോദരങ്ങളോട് മ്യാൻമറും റോഹിംഗ്യയും ഫലസ്തീനും ഒക്കെ നമ്മുടെ മുമ്പിൽ കണ്ണീരായി നിലവുകളിലൂടെ പടന്നിറങ്ങുമ്പോ ഇതേ സാഹചര്യത്തെ സഹാബത്ത് ഇങ്ങനെയാണ് അഭിമുഖീകരിച്ചതെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആന്റെ 2 ആയത്തുകളും അത് ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കാൻ നബിയേ, ഹുനാലിക ബുതുലിയൽ മുഅ്മിനൂൻ, വിശ്വാസികൾ പേടിച്ചു വല്ലാതെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, അവരെ പരീക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, വസുൽസിലു സിൽസാലൻ ശദീദാ, അവര് വല്ലാതെ കിടുങ്ങി വിറച്ചു പോയല്ലോ നബിയെ. അന്ന് സഹാബത്ത് കിടുങ്ങി വിറച്ചു പോയല്ലോ നബിയെ. മക്കയും പേർഷ്യയും കിസ്രയും കൈസറും ഒക്കെ നമുക്ക് നേരെ പാഞ്ഞെടുത്തു വരുമ്പോ ആ സഹാബത്ത് പരീക്ഷിക്കപ്പെട്ട് പേടിച്ചു വിറഞ്ഞു പോയല്ലോ നബിയെ. കിടങ്ങുകളിലോട്ട് വലിച്ചുകാരിയിടപ്പെട്ട് മേളിലേക്ക് വന്ന് വീഴുന്ന മണ്ണുമാന്തി യന്ത്രം മണ്ണുവാരിയിടുമ്പോ അവസാനത്തെ നിമിഷം മുന്നിൽ കാണുമ്പോ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ പോലെ അവരും വല്ലാതെ പേടിച്ചു പോയല്ലോ നബിയെ. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതേതെന്ന് നിങ്ങൾക്കറിയുമോ? മുസ്ലിമീങ്ങളായ വിശ്വാസികൾ പേടിച്ചിരണ്ട് നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തത് അവസാനിക്കാറായി എന്നല്ല, ഇതോടെ തീർന്നു എന്നല്ല, ഇനി നമ്മൾ ഈ ഭൂലോകത്ത് തുടച്ചു മാറ്റപ്പെടുമെന്നല്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് പുറകിലേക്ക് മാറാനല്ല. മുസ്ലിമീങ്ങൾ ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഈ സഖ്യകക്ഷിയുടെ പടയാളികൾ പാഞ്ഞു വരുമ്പോ അവരെ തടുത്തു നിർക്കാൻ ഒരു കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് പട്ടിണിപ്പാവങ്ങളായ സഹാബത്ത് കിടങ്ങ് കുടിക്കാൻ ഇരുമ്പായുധമെടുത്ത് വെട്ടവേ ഒരു കരിമ്പാറക്കെട്ടിലേക്ക് പോയിക്കൊണ്ട് കരിമ്പാറ പൊട്ടാൻ കഴിയാതെ ആ പേടിച്ച രണ്ട് സഹാബത്ത് വിശന്നിട്ട് വയറുമായി ഇലാ ഹളറത്ത് റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ നിന്നിട്ട് പറഞ്ഞു, നബിയേ യാ റസൂലല്ലാഹ്, പട്ടികാലത്താല് ഭക്ഷണം കഴിക്കാനൊന്നുമില്ലാതെ പട്ടിണി കിടന്നിട്ട് ഇരുമ്പായുധമെടുത്ത് കല്ലിൽ വെട്ടിയിട്ട് പൊട്ടുന്നില്ല നബിയേ എന്ന് അനുയായികൾ വിശന്ന് പറഞ്ഞപ്പോ നബിയെ ഇത് കണ്ടോ എന്ന് പറഞ്ഞു നോക്കുമ്പോ അവര് വയറ്റില് കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, സഹാബാ, ഞാനും വ്യത്യസ്തനല്ലെന്ന് പറഞ്ഞ് നേതാവ് തന്റെ ശരീരത്തെ മറച്ചിരിക്കുന്ന വസ്ത്രാന്തരങ്ങൾ പൊക്കവേ അള്ളാന്റെ റസൂലിന്റെ വയറ്റില് 2 കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്. എത്രയോ നാളുകൊണ്ട് നമ്മൾ കേട്ടുപടകിയ ചരിത്രമാണിത് മുഅ്മിനീങ്ങളെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തിനാണ് വയറ്റില് കല്ല് കെട്ടിവെച്ചതെന്നറിയുമോ? വിശന്ന് പറഞ്ഞപ്പോ കല്ല് വയറ്റില് കെട്ടിവെച്ചാൽ എന്ത് പ്രയോജനമാണുള്ളത്? ആ കല്ലുകൊണ്ട് വിശപ്പ് മാറില്ലല്ലോ. എന്തിനാണെന്നറിയുമോ മുസ്ലിം ചെറുപ്പക്കാരാ? വയറ് വല്ലാതെ ഭക്ഷണം കഴിക്കാതെ വയറൊട്ടിപ്പോയാല് മെല്ലെ നടുവങ്ങ് കുനിഞ്ഞു പോകും മറ്റുള്ളവരുടെ മുമ്പിൽ. പട്ടിണി കിടന്നാലും നടു വളയാതിരിക്കാനാണ് വയറ്റിലേക്ക് വയറ്റിലേക്ക് കല്ല് കെട്ടി വെച്ചിട്ട് പട്ടിണി കിടന്നാലും മറ്റൊരു തന്നെ മുമ്പിൽ തല കുറിച്ചു നിൽക്കുകയില്ലെന്ന് നടു നിവർന്ന് നിൽക്കാൻ വേണ്ടിയാണ് 14 നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ പ്രവാചകന് പ്രതിസന്ധിയുടെ തീക്ഷ്ണമായ കനൽപ്പദങ്ങളുടെ മുമ്പിൽ അള്ളാന്റെ റസൂല് വയറ്റിൽ കല്ല് കെട്ടി വെച്ചതെങ്കിൽ ഇല്ല, മറ്റൊരു തന്നെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ തല കുനിക്കുകയില്ല. തല കുനിഞ്ഞെന്നവന് തോന്നുക പോലും ചെയ്യാതിരിക്കാൻ വയറ്റിലെ കല്ല് കെട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അള്ളാന്റെ റസൂൽ ഇരുമ്പായുധം കയ്യിലെടുക്കുന്നത്. എവിടെയാണ് സഹാബ? ആ കല്ലിലേക്ക് പോയി ഇരുമ്പായുധം കൊണ്ട് ആഞ്ഞു വെട്ടുന്ന സമയം ഇരുമ്പ് പോയി കരിങ്കല്ലിൽ സ്പർശിച്ചപ്പോ സ്വാഭാവികമായിട്ട് തീ പിടിച്ചു തരാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാനില്ലാതെ തളർന്നവസരായി നിൽക്കുന്ന എതിരാളികളുടെ വായിൽ പെട്ടു നിൽക്കുന്ന അനുയായികളോട് അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്നറിയോ സഹാബ? നിരാശപ്പെടേണ്ട സഹാബ, ഈ ചിതറുന്ന തീപ്പരി ഏതെന്നറിയുമോ? അറിയില്ല നബിയേ. ഇത് കിസ്റയുടെ ഖജനാമാണ് സഹാബ. രണ്ടാമതും എടുത്തു വെട്ടി, രണ്ടാമതും തീപ്പരി ചിതറിയപ്പോ ഇതേതെന്നറിയുമോ? ഇത് കൈസറിന്റെ ഖജനാമാണ് സഹാബ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് റോഹിംഗ്യ പറഞ്ഞു പതറാനല്ല, ഫലസ്തീൻ കെട്ടിട്ട് തിരിഞ്ഞു നടക്കാനല്ല. പട്ടിണിയിലും പരിവട്ടത്തിലും പരീക്ഷണത്തിലും നിൽക്കുമ്പോ ശുഭാപ്തി വിശ്വാസത്തിന്റെ വൃത്താന്തങ്ങൾ പറഞ്ഞിട്ടാണ് ഹബീബായ നബി തങ്ങൾ ഈ ഉമ്മത്തിനെ മുമ്പോട്ട് നടത്തിയത്. ഒരു റോഹിംഗ്യയിൽ അവസാനിക്കുകയില്ല, ഒരു ഫലസ്തീനിൽ അവസാനിക്കുകയില്ല, ഒരു പശുവിന്റെ പേരിൽ തല്ലിക്കൊന്നാൽ അവസാനിക്കുകയില്ല. പട്ടിണി പാവങ്ങള് കല്ല് വെട്ടാൻ പോലും സമയമില്ലാതിരുന്ന, ശേഷിയില്ലാതിരുന്ന കാലത്താണ്. നിങ്ങൾ തളരരുത്, അവസാന വിജയം നിങ്ങൾ കാണുന്നു. അല്ലാഹുവിന്റെ ഈ ദീനത്വമെന്ന് കിസ്റയുടെ ഖജനാവിന്റെ പുറകിൽ റോമിന്റെ പതാകയുടെ മുകളിൽ തക്ബീറിന്റെ പതാക ഉയരുമെന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞിരുന്നുവല്ലോ. കിസ്റ തകർന്നുവല്ലോ, പേർഷ്യയുടെ മുകളിൽ ഇസ്ലാം ചൈത്രയാത്ര നടത്തിയല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചെറുപ്പക്കാരോട്, റോഹിംഗ്യയിൽ പോയി 10,000 കൊന്നൊടുക്കിയാലും ഇത് അവസാനിക്കാനുള്ളതല്ല. മുസ്ലിം സമൂഹം ഏതെന്നറിയുമോ? ഒരു ദിമിഷ്കിലെ പള്ളിയുടെ വെള്ളമിനാരത്തില് മറിയമിന്റെ പുത്രൻ ഈസാ നബി വരുന്നതിന് കാത്തിരിക്കുന്ന ഒരു
സമൂഹമാണിത്. ഇമാം മഹ്ദിയെ കാത്തിരിക്കുന്ന ഒരു സമൂഹമാണിത്. കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം എങ്ങനെയാണ് തകർന്നു പോവുക? ആർക്കാണ് ഇതിനെ തകർക്കാൻ കഴിയുക? ആർക്കാണ് ഇതിനെ നാമാവശേഷമാക്കാൻ കഴിയുക? കൈഫ യുഹ്ലികു ഹാദിഹിൽ ഉമ്മ അന അവ്വലുഹാ വൽ മഹ്ദി വസ്തുഹാ വഈസാ ആഖിറുഹാ. ആരാണ് ഈ സമുദായത്തെ തകർക്കാൻ കഴിയുക? ആദം നബിയിൽ നിന്ന് ഇറാഖുകയും നടന്ന് യൂറോപ്പിന്റെ മലമടക്കുകളെയും പരിഷ്കാരികളാക്കി നന്മയുടെ മനുഷ്യത്വത്തിന്റെ വക്താക്കളാക്കി ലോക ചരിത്രത്തിന്റെ മുകളിലൂടെ നടന്നുപോയ ഈ സമുദായത്തെ ഈ ലോകത്തിന്റെ പരിവർത്തനത്തിന് പടപ്പുറപ്പാട് നാട്ടിയ, ഈ ലോകത്തിന് നാഗരികത പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് നന്മയെ നിന്ന് പഠിപ്പിച്ചു കൊടുത്ത, ഈ ലോകത്തിന് ശ്ലീലവും അശ്ലീലവും നമ്മിൽ വേർതിരിക്കാൻ പഠിപ്പിച്ചു കൊടുത്ത, മനുഷ്യരോട് വരുന്ന ലോകത്തോട് പ്രഘോഷണം ചെയ്തു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുത്ത ഈ പ്രസ്ഥാനത്തെ ആരാണ് തകർക്കാൻ കഴിയുക? ആർക്കാണ് തകർക്കാൻ കഴിയുക? അനൗവലുക, ഞാനാണ് ഇതിന്റെ ആദ്യത്തിൽ നിന്നത്. വൽ മഹ്ദി വസ്തുഹാ, മഹ്ദിയാണ് ഇതിന്റെ മധ്യഭാഗത്ത് വന്നത്. വഈസാ ആഖിറുഹാ, മറിയമിന്റെ പുത്രൻ ഈസയാണ് ഈ സമുദായത്തിന് അവസാനം വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത്, പ്രതിസന്ധികളുടെ നടുവ് പ്രത്യാശയുടെ വർത്തമാനം പറഞ്ഞിട്ടാണ് മുത്ത് മുസ്തഫ പ്രബോധനം നടത്തിയത്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്നറിയില്ല. വിലപിക്കേണ്ട കാര്യമില്ല സഹോദരങ്ങളെ. അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പറഞ്ഞതാണ്. മ്യാൻമറിന്റെ കൂട്ടക്കുരുതികൾ ഈ തീക്കുന്നാരമുണ്ടാക്കി വലിയ കിടങ്ങ് കുടിച്ച് ആ കിടങ്ങിലേക്ക് റോഹിംഗ്യയിലും മ്യാൻമറിലെ പാവപ്പെട്ട നിരപരാധികളായ പിഞ്ചു ബാല്യങ്ങളെ ഇറക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിലേക്ക് വിറക് കൊല്ലുകളിലൂടെ അഗ്നിജ്വാലങ്ങൾ പടത്തിപ്പിടിക്കുമ്പോ അഗ്നിജ്വാലകളെ ശരീരത്തിന്റെ പച്ചമാംസത്തിലേക്ക് വരുമ്പോ അവര് പറഞ്ഞതേതെന്നറിയോ? നിങ്ങൾ പിന്തിരിയുന്നുവെന്നല്ല, അഗ്നിനാളങ്ങള് പച്ചമാംസത്തിലേക്ക് പടന്നു കയറുമ്പോഴും അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടാണ് റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ വിട പറഞ്ഞു പോയതെന്ന്. ഓ സമാഇ ദാത്തിൽ ബുറൂജ് വൽ യൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില സഹാബുൽ ഖുദൂദിൻ നാർ ദാത്തിൽ വഖൂദ്. അല്ലാഹു ചോദിക്കുകയാണ്, ഖുതില അസ്ഹാബുൽ ഖുദൂദിൻ നാർ വസ്സമാഇ ദാത്തിൽ ബുറൂജ്. ഈ സൂര്യനെയും അതിന്റെ രാശികളെയും അതിന്റെ നിർണിത സ്ഥാനങ്ങളെയും തന്നെയാണ് സത്യം. നിങ്ങൾക്കറിയില്ലയോ? തീ കുണ്ടാരത്തിൽ വെച്ച് വിറക് കൊള്ളികൾ കൊണ്ട് കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഖുതില അസ്ഹാബുൽ ഖുദൂദ്, വിറക് കൊള്ളികൾ കൊണ്ട് കത്തിക്കരിക്കപ്പെട്ട ഒരു സമുദായത്തെ നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ആർക്ക് വേണ്ടിയാണ് ഈ സമുദായത്തെ പറഞ്ഞു തന്നത്? 14 നൂറ്റാണ്ട് മുമ്പ് ഖുർആൻ ഓർമ്മിപ്പിച്ച ഈ കഥയാണ്. ഇന്ന് റോഹിംഗ്യയിൽ വിറക് കൊള്ളുകൾ കൂട്ടിവെച്ചിട്ട് നിരപരാധികളെ കൊത്തുനിൽക്കുമ്പോ അല്ലാഹു പറയാണ്, സൂര്യരാശിയെ തന്നെയാണ് സത്യം. ഇസ്ലാമിന്റെ വിജയം കാണാനാണ് സൂര്യൻ കാത്തിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആശങ്ക വേണ്ട, പിൻവിളിയണ്ട. സത്യം പുലരാനുള്ളതാണ്, അസത്യം തകരാനുള്ളതാണ്. അസത്യം തകരുക തന്നെ ചെയ്യുമെന്ന് ഇന്നൽ ബാതുല കാന സഹൂഖാ. ഈ അസത്യം തകരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ.
അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മ്യാൻമറിൽ കൊന്നൊടുക്കിയാലും ഫലസ്തീനിൽ കൊലക്കത്തിക്ക് ഉപയോഗപ്പെടുത്തിയാലും വീട്ടിലിരിക്കുന്ന തട്ടമിട്ട മുസ്ലിം പെണ്ണുങ്ങള് വിളിച്ചിറക്കി കൊണ്ടുപോയി എവിടെയോ മാറച്ചാത്തിയാലും ആശങ്കയില്ല സഹോദരങ്ങളെ. ഒരു ഭാഗത്ത് തകർക്കുമ്പോ മറുഭാഗത്ത് വളരുകയാണ്. അള്ളാഹു നമുക്ക് ആശങ്കപ്പെടേണ്ടതില്ല. നമ്മൾ എന്തിനാ ആശങ്കപ്പെടണം? പ്രതിസന്ധിയുടെ നടുവിൽ പ്രത്യാശയുടെ വർത്തമാനം പഠിപ്പിച്ചിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിനെ മുമ്പോട്ട് കൊണ്ടുപോയത്. നമ്മൾ വിചാരിച്ചു ഇതോടെ തീർന്ന്, ഇനി മുസ്ലിം ആവാൻ പറ്റൂല, ഇനി ജീവിക്കാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് തകർക്കട്ടെ. കൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ ഫൈസലിന്റെ വീട്ടിൽ 8 പേര് മുസ്ലിമായി. ഒന്നിനെ കൊന്നപ്പോ 8 മടങ്ങായി. പൊടിഞ്ഞിയിലെ ഫൈസലിനെ കൊന്നപ്പോ, ഒരാളെ കൊന്നപ്പോ 8 പേരാണ് അവിടെ ഇസ്ലാമിലേക്ക് വന്നത്. ഇത് സത്യം എന്ന് പറയുന്നത് ഒരാദർശമാണ്. അതിനെ മുടിവെക്കാൻ നടത്താൻ കഴിയില്ല. ഈ അടുത്ത സമയത്ത് നിങ്ങളുടെയൊക്കെ ഒരു പ്രശ്നം എന്താ? ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ വാർത്ത എന്താ? അവിടെ അത് കൃത്യമായി ഫേസ്ബുക്കിൽ കാണുന്ന വാർത്തകളെ കുറിച്ച് നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കും. ഇതൊരു ഒരു ഇസ്ലാമോ ഫോബിയുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒരു പ്രോപ്പഗണ്ടയാണിത്. ചൈനയിൽ ഇസ്ലാം നിരോധിച്ചു, കംബോഡിയയിൽ പള്ളി കയറാനും അതില്ല, അവിടെയില്ല ഇവിടെയില്ല. ഫേസ്ബുക്കിൽ ഇങ്ങനെ വാർത്തകൾ വരികയാണ്. ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ റമളാനിൽ ചൈനയുടെ പ്രസിഡന്റ് നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ് കണ്ടത്. നാനാഭാഗത്തും വ്യാജമായ പ്രചരണങ്ങൾ. ഇതൊരു ഇസ്ലാമോ ഫോബിയുടെ പ്രോപ്പഗണ്ടയാണ്. നമ്മളതിൽ വീണു പോകരുത്. ജർമ്മനിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ അടുത്ത സമയത്ത് തന്നെ വിളിച്ചു. അവൻ മലപ്പുറം ജില്ലക്കാരനാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്, MBA പഠിക്കുന്നുണ്ട്, ചെറിയൊരു ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അവനോട് ചോദിച്ചു, ഉസ്താദ് പ്രസംഗമൊക്കെ കേൾക്കാറുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ വെറുതെ ജർമ്മനിയിൽ നിന്നല്ല വിളിക്കാൻ. ആ കുട്ടിയോട് ചോദിച്ചു, മോനെ എന്താ അവിടുത്തെ അവസ്ഥകൾ എന്താ? ഇസ്ലാമിന്റെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്താ? നമുക്ക് ഏതായാലും അവിടെ നമ്മൾ പോയിട്ടില്ലല്ലോ. ആ സമയത്ത് ആ കുട്ടി, മലപ്പുറംകാരനായ കുട്ടി, അവിടെ പഠിക്കുന്ന കുട്ടി എന്നോട് പറഞ്ഞു, ഉസ്താദെ ഓരോ ലോഹർ നിസ്കാര 5 വക്കത്ത് നിസ്കാരത്തിനും പള്ളിയിൽ പോയാൽ ജർമ്മനിയിലെ പള്ളിയിൽ ഏറ്റവും കുറഞ്ഞ 2-3 പേരെങ്കിലും ഇസ്ലാമിലേക്ക് സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടുത്തെ ഇമാമിന് വലത്തോട്ട് സലാം വീട്ടി, ഇടത്തോട്ട് സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജോലി ജർമ്മനിയിലെ പള്ളിയിലെ ഇമാമിന് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കലാണ്. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ ഇമാമിന് സലാം വീട്ടി ഉടനെ ജോലി എന്താ? ജുമയ്ക്ക് ഇപ്പൊ സലാം വിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരാൾ മോളെ കെട്ടിക്കാൻ വേണ്ടി ബക്കറ്റുമായിട്ട് വെളിയിൽ നിൽക്കുന്നുണ്ട്, കഴിയുന്നവരൊക്കെ സഹായിക്കണം. നമ്മുടെ പള്ളിയിലെ ജോലി, ഇമാമിന്റെ ജോലി എന്താ? മിക്ക പള്ളിയിൽ തന്നെയാണ് അവസ്ഥ. നമ്മുടെ മഹലിലെ പള്ളിയിലെ ഒരു കുട്ടിയെ കെട്ടിക്കാൻ വേണ്ടി ഏതോ മഹലിലെ ഒരു പെണ്ണ് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. എന്റെ പൊന്നു സമുദായമേ, പെണ്ണുങ്ങൾ പോലും മക്കളെ കെട്ടിക്കാൻ പള്ളിക്കോലായിൽ വെള്ളിയാഴ്ച തുണി വിരിക്കുന്നൊരവസ്ഥ.